ഗ്യാസ് തീരുന്നതിന് മുന്നേ എന്തൊരു ഐശ്വര്യങ്ങളെ കാണാൻ കറി വെക്കണോ? ഇതാ ഈ ഒരു മണി പ്ലാന്റും ഇത് കുഞ്ഞു സിദ്ധു. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടോ. ഇന്ന് ഇപ്പം ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ചായക്കൂട്ടിൽ പുറത്തുനിന്ന് വാങ്ങിയതാണ്. മസാല ദോശ ഉണ്ട്, പൂരി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അമ്പലത്തിൽ പോയതിനെ കൊണ്ട് ലേറ്റ് ആയി. അപ്പം വിചാരിച്ച് ചായന്റെ കടി വാങ്ങിയിട്ട് വരാന്ന്. അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊട്ടിക്കട്ടോ, ചൂടുണ്ട്. നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് നാണം വന്നേ ഇപ്പോഴത്തേക്ക് ഒരു കുറവായി ക്യാമറയുടെ മുന്നിൽ മോനാണ് ഇവരെ കമ്പനിക്കാരനാണ് കാര്യമായിട്ട്. ഇന്നലെ വിജിനി അല്ലാറുണ്ടായിരുന്നു. ഇന്നലെ വന്ന് കുഞ്ഞു സിദ്ധു വരെ വിട്ടില്ല. ഇന്നലെ ഇവിടെ തന്നെയായിരുന്നു. ധൈര്യമായി കുറച്ച് മത്തിയും മത്തിക്കാ പൈസ ഇല്ലല്ലേ? വലിയ മത്തിയല്ലേ? അയില ഉണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇനിയിപ്പം അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ്. ഗ്യാസ് തീരുന്നതിന് മുന്നേ മുറിച്ച് പകുതിയാക്കി വെച്ച കർമൂസ ഞാൻ കവൽ കെട്ടി വെച്ചിട്ട് കൊണ്ടൊന്നായില്ല. അപ്പൊ ഇതിനെ മോര് കറി ഉണ്ടാക്കാം. ഓക്കെ, ഇതുപോലെ സാർ എന്തൊരു ഐശ്വര്യങ്ങളെ കാണാൻ. കഴിഞ്ഞ വീഡിയോയിൽ എന്തോ ഒരു സംഭവം തന്നെ നമ്മൾ ഇവിടുന്ന് എന്തോ ഞാൻ കെട്ടിപ്പിടിച്ചാൻ വേണ്ടി ലോക പ്രശ്നം എന്തോ ഇങ്ങനെ പാടില്ല. ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായോണ്ടല്ലേ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലാത്ത ഭർത്താക്കന്മാരും കെട്ടിപ്പിടിക്കുന്നോ? എന്തൊക്കെയാ അങ്ങനെ ഒന്നും കെട്ടിപ്പിടിക്കില്ല. എന്താണ് ഇതല്ലേ നമ്മള് വീട്ടിലുള്ള സമയത്ത് ഇതൊക്കെയല്ലേ. വേറെ നമ്മള് ജീവിതം എന്ന് പറഞ്ഞാൽ ഇതെന്നാ ഇതെല്ലാം ഇങ്ങനെ കണ്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. വേറെ ഒരു പണിയില്ലല്ലേ. ആ ഇതൊക്കെയാണ്. ഇത് കാട്ടിക്കൂട്ടലല്ല, ഇതൊക്കെയല്ലേ ജീവിതം. ഇതാണ് മക്കളെ നമ്മളെ കർമൂസക്കറി. കർമൂസക്ക് വേറെ എന്തെല്ലോ പേര് പറയൂ, അത് കർമ്മൂട നല്ല ഉണ്ട മുളക് ഇട്ടിട്ട് ചെറിയ ഡൗട്ട് ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ അത് രസം ഉണ്ടാവും കേട്ടാ. മോര് കറിയല്ലേ, പിന്നെ ആ മുളകിട്ടോണ്ട് ചിലപ്പോ ആ ടേസ്റ്റും കൂടി ആയി കഴിഞ്ഞാൽ റെഡി ആവും. മീൻ എന്ത് ചെയ്യാ, നല്ലോണം മുളകിട്ട് വെക്കാം. മോര് കറി കുറച്ച് മുളക് കുറയ്ക്കാം. ഉപ്പിട്ടില്ലല്ലോ? വേണ്ട, നിങ്ങൾ ഇതിലോട്ട് ഇട്ടിട്ട് ഉപ്പിട്ടാ മതി. ഗ്യാസ് ഉണ്ടാക്കിക്കോന്നേ. ഓ ഇത് കണ്ട ആൾക്കാർക്ക് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു കേട്ടാ. ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നേരം ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടാണ്. അത് അങ്ങോട്ടും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഇത് ഉച്ചയാകുമ്പോ റെഡിയാക്കണം. നമ്മളും കൂടി ഇപ്പൊ എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ഇത് കണ്ടങ്ങള് ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ ഞങ്ങളെ ഹൗസ് ഓണർ തന്നാണ്, ഓലെ വൈഫ് തന്നാ. ഞാനിവിടെ ഒരു എന്താ പറയുക, ഇതിന്റെ ഒരു പ്രാന്തുണ്ട് എനിക്ക്, മറ്റേ മണി പ്ലാന്റിന്റെ. അപ്പൊ അത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരു കൊടുത്തയച്ചാണ്. ഇതുകൊണ്ട് പിന്നെ കുറച്ചൊരു മണി പ്ലാന്റ് ഉണ്ട്, കാണിച്ചു തരാം. ഇതാ ഈ ഒരു മണി പ്ലാന്റും ഇത് കുറച്ചൊക്കെ ഇല വാടിയിട്ട് പോക്കണം കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മള് വടകരേന്ന് കൊണ്ടുപോകുന്നേ. അതൊക്കെ നല്ല സൂപ്പർ ആയിട്ട് തന്നെ. കുഞ്ഞു സിദ്ധു ദേവരാഗം കൂടെ കളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് എന്നെ മഴ വന്ന് മാറിയിട്ട് മടക്കിയിട്ടാണ് ഫ്രണ്ട് ഇപ്പൊ റൂമിലൊക്കെ മഴ പെയ്തു. ദേവരാഗ്രഹം നല്ലോണം കാണിക്കും. പഴം
കടക്ക പോലെ കുഞ്ഞു അങ്ങനെയുണ്ട്. കുഞ്ഞു അതാ കൂടി തിന്നിട്ടില്ല. കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ ഉപ്പ് ഞാൻ കുറച്ചാൽ നിൽക്കില്ല. ഓ വെളിച്ചെണ്ണ വെച്ചിട്ടില്ല. അവസാനം മോര് കറി പൊടിക്കൈട്ടോ ടിപ്സ് അല്ലെന്നാ. ഒന്ന് ജസ്റ്റ് മുളകൊന്ന് വെളിച്ചെണ്ണയിലാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു കളറും കിട്ടും. നോക്കിക്കോ കാണിച്ചിട്ടില്ല. മോര് കറിന്റെ സ്റ്റൈലെന്ന് പറയും ഭംഗിയായി. അയില കൊള്ളാട്ടോ ചേട്ടാ, പക്ഷെ ചിലത് എനിക്കൊന്ന് ചീനിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മളെ പറ്റിക്കുമല്ലോ. ഞാൻ ഒരു ഇപ്പൊ പക്ഷെ മത്തിന്റെ ജാഗരയൊക്കെ ഉണ്ട്. ജാഗര ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് മത്തി ഒന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. ഇത് പൊരിക്കുന്നില്ല അതില്. കുറച്ച് മത്തി എന്താ കറിയായിട്ട്. അങ്ങനെ ഏകദേശം ഇതാ ചോറായി, ഉപ്പേരിയായി, മോര് കറിയായി, അതേപോലെ തന്നെ കുറച്ച് മീൻ കറി വെച്ചിട്ടുണ്ട്, കറിയാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് വറുക്കുകയും ചെയ്തിട്ടുണ്ട്. മത്തി വറുത്തിട്ടുണ്ട്, അയില വെച്ചതാട്ടോ. പിന്നെ ഒരു പപ്പടവും കൂടിയും കാച്ചി, അച്ചാറുണ്ട്, തൈരുണ്ട്. അങ്ങനെ അങ്ങ് നമ്മളെ ഭക്ഷണം അങ്ങ് എല്ലാം സെറ്റായിക്കുക. ഇനിയിപ്പോൾ മക്കൾ എല്ലാവരും കൂടിയും ഭക്ഷണം കഴിക്കാനിരിക്കുക. പിന്നെ വിജിനിയും വേണേട്ടനും കൂടെ കുറച്ച് ലേറ്റായിട്ടാണ് വേണേട്ടൻ വന്നേട്ടോ ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മളെ മക്കൾസ് കഴിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെയാന്ന് വെച്ചാൽ നമ്മളെ ചേലിയ വാട്ടർ വില്ലേജ്, അതായത് ചെങ്ങോട്ടുകാവ് ചേലിയ. കൊയിലാണ്ടിക്കാർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ റീൽസ്. ഇപ്പം നല്ലൊരു സ്ഥലമാണെന്ന് കണ്ടപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് അത് കണ്ടപ്പോൾ വിചാരിക്കുന്നത് അവിടെ ഒന്ന് പോകണമെന്ന്. അപ്പോൾ ഇന്ന് ഏതായാലും എല്ലാവരും കൂടി ഉണ്ടല്ലോ, അങ്ങനെ പോവാമെന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങിയതാണേ. നോക്കുമ്പം അവിടെ എത്താനാവുന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. പക്ഷേ മഴയും കൂടി ഉള്ളതാണെന്ന് തോന്നുന്നു. അവിടെ ഏറ്റവും നല്ലൊരു ഭംഗി കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വാട്ടർ വില്ലേജ്. കാര്യമായിട്ട് അവിടെ ഞാൻ കണ്ടത് ഈ പുഴയുടെ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചായ ഉണ്ട്, ചായയും പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചായ കുടിക്കുന്ന ഒരു സമയം ഉണ്ടാകില്ല വൈകുന്നേരം. ആ ടൈമിൽ ഈ പുഴേൻ്റെ കരയിൽ ഇങ്ങനെ നിന്നിട്ട് കുടിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു വൈബുണ്ട്. നമ്മൾ കടൽപ്പാലൊക്കെ കിട്ടൂലേ, അതേപോലെ ഇങ്ങനെ ഒരു സാധനമാണ് ഉള്ളത്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ പുഴയായിട്ട് നടുക്കൂടെ ഇങ്ങനെ പോകാം. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ അങ്ങനെ ഒരു ചായയും കൂടിയും കിട്ടുമ്പോൾ ഒരു തണുത്ത് മഴയൊക്കെ ലൈറ്റായിട്ട് മഴയൊക്കെ പെയ്ത സമയത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു വൈബ് ഉണ്ടല്ലോ. പിന്നെ മക്കൾക്കും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ വലിയൊരു ഇതായിട്ടൊന്നും തോന്നില്ല. കാരണം അങ്ങനെ ഒന്നിലും കളിക്കാനൊന്നുമില്ല, കാണാനാണുള്ളത്. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ പരിപ്പ് വട, പഴംപൊരി, അങ്ങനെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. അത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. മുട്ട, ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടോ. അതിൽ കുഞ്ഞുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴംപൊരി അതിനെ കൊണ്ട് ഓന് പഴംപൊരിയും മറ്റും പരിപ്പ് വടയാണ് വാങ്ങിയത്. അതിന് ശേഷം പിന്നെ സിദ്ധുവിനൊരു ചായ കുടിക്കണം തോന്നി. പിന്നെ സിദ്ധു ഒരു ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നല്ല കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പോകാൻ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് പോയിക്കോളി. എന്താ പറയുക, നമ്മളെ നാട്ടിൽ തന്നെയുള്ളൊരു സ്ഥലം, അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്യണ്ടല്ലോ. നീല ഡ്രസ് ഇടാൻ പാടില്ല. അർജന്റീന ഞാൻ നീല ഡ്രസ് ഇട്ടിട്ട് കേട്ടോ. അയ്യോ, ഒരുപാട് കാണാനൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെ അവിടെ ഉള്ളും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തിരിച്ച് നേരെ നമ്മളിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയിലാണ്. കുറച്ചൊരു ഇറക്കത്തിലാണ് ഈ വാട്ടർ വില്ലേജ്. അതുകൊണ്ട് തിരിച്ച് കയറാനും കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞണ്ട്, പൂള, പത്തിരി,
പിന്നെ കപ്പ, മീൻകറി, ഈ സാധനങ്ങളൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, നമ്മളെ വട്ടയപ്പം ഇല്ലല്ലോ, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബീഫായിരുന്നു. ബീഫും ഞണ്ട് കറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇനിയിപ്പം ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഇന്ന് ഫുട്ബോൾ ഫൈനലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ത്രില്ലിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.